ഈ കുരുത്തങ്ങട്ടോ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ ഹലോ സുഭാഷേ, ആ എന്റെ പൈസയുടെ എന്തായി? എടാ പൈസ ഞാൻ തരാടാ. എപ്പ തരും നീ? അളിയാ ഞാൻ നാളെ തരാം പൈസ. നീ നാളെ തരാം മറ്റന്നാ തരാന്ന് പറഞ്ഞ കൊറേ നാളായി. എടാ നിനക്കറിയാലോ ഇപ്പൊ എന്റെ അവസ്ഥ. ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. നീ എപ്പ പൈസ നീ പറയുന്നത്? അളിയാ നീ എന്റെ അവസ്ഥ മനസ്സിലാക്കുക. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. എന്റെ ജോലി പോയ കാര്യം ഞാൻ എന്റെ വീട്ടിലോ എന്റെ ഭാര്യനോടോ അവളുടെ വീട്ടുകാരോടോ ഒന്നും പറഞ്ഞിട്ടില്ല. നീ എങ്ങനെ പൈസ തരാം അത് പറ. എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്റെ ഭാര്യയുടെ സ്വർണ്ണം ഇടിരിപ്പുണ്ട്. ഇന്ന് രാത്രി 11 മണിക്ക് ഒരു കള്ളനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവൻ വന്ന് മോഷ്ടിക്കും. ആ സ്വർണ്ണം എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നാളെ രാവിലെ നിനക്ക് ആ പൈസ തരും. എന്തിനാടാ സ്വർണം മോട്ടിക്കുന്നത്? എന്റെ ഭാര്യയോട് ചോദിച്ചാ പോരെ? അതൊന്നും പറ്റൂലടാ. നമ്മള് വലിയ തറവാട്ടുകാരല്ലേ, അന്തസ് വിട്ട് കളിക്കാൻ പറ്റില്ല. പിന്നെ തറവാട്ടി പറഞ്ഞ പണിയല്ലേ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കണത്. നീ എന്റെ തറവാട്ടിന്റെ അന്തസ്സാണ് നോക്കണം. നിനക്ക് നിന്റെ പൈസയാണോ വേണ്ടത്? എനിക്ക് എന്റെ പൈസ വേണം. അപ്പൊ നീ മിണ്ടാതിരി. നാളെ രാവിലെ നിനക്ക് ആ പൈസ തന്നിരിക്കും. ഓക്കെ, അപ്പൊ കാശ് റെഡിയായി ഞാൻ രാവിലെ വിളിക്കാം. ഓക്കെ. അങ്ങനെ അവനൊരു വിധത്തിൽ സമാധാനമാക്കി. ഇനി ആ കള്ളനെ വിളിക്കണം, തങ്കപ്പന. വീഡിയോ കോൾ വിളിച്ചിട്ട് ഈ വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം, അല്ലെങ്കിൽ രാത്രി ആവുമ്പോ ഒന്ന് കൊളാക്കും. ഹലോ തങ്കപ്പൻ. ഹലോ സുഭാഷ്. അതെ, എന്തോ ഞാൻ വിളിച്ചെന്താന്നറിയാമോ? ഞാൻ എന്റെ വീടൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വിളിച്ചതാ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇത് കാണണ്ട. ബെഡ്റൂമിന്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല നിന്നെ വിളിച്ചത്. ഈ ബെഡ്റൂമിലാണ് നീ വന്ന് കേറേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഈ അലമാര കണ്ടോ? അത് ഈട്ടിയതേക്കോ? അല്ല, ഊട്ടി. എടാ ഈ അലമാരിക്കകത്താണ് സ്വർണം വെച്ചേക്കണത്. ഇത് കണ്ട സാധനം ഇരിക്കണണ്ട? ഗോൾഡ് ഇരിക്കണണ്ട? കൃത്യം രാത്രി 11 മണിയാവുമ്പോ നീ വരിക. അലമാരി ഞാൻ പൂട്ടിയിട്ടുണ്ടാവൂല. നീ വന്നിട്ട് സാധനം എടുക്കുക, വിട്ടുപോവുക. അല്ല, ഞാൻ വരുമ്പത്തേനും സുഭാഷ് ഏട്ടനും ഭാര്യ ഉണ്ടാവത്തില്ലേ? ഞങ്ങള് കിടന്നുറങ്ങണുണ്ടാവും. നീ അത് ശ്രദ്ധിക്കണ്ട. എന്റെ ഭാര്യ ഇവിടെ കിടപ്പുണ്ടാവും. അവളെ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിന്റെ കണ്ണു കുത്തി പൊട്ടിക്കാൻ. വ്യാമോഹിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവരുത്. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നീ നിന്റെ ജോലിയിൽ വ്യാപൃതനാവുക. എത്ര? 11 മണി. രാത്രി 11 മണിക്ക്. ഓക്കെ. എന്റെ ദൈവമേ, പകുതി സമാധാനായി. പക്ഷേ വേറൊരു കുഴപ്പമുണ്ടല്ലോ. രാത്രി 11 മണിക്ക് അവൻ ഇത് വന്ന് മോഷ്ടിക്കുമ്പോ അവൾ ഉറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പണിയുണ്ട്. ജ്യൂസിൽ അവൾക്ക് സ്ലിപ്പാവണ്. ഉറക്കക്കൂലി ഇട്ട് കൊടുക്കാം. അതാണ് നടക്കുള്ളൂ. ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തേക്കാം. ഹലോ. ഹലോ പപ്പേ, എനിക്ക് ടെൻഷൻ ആയിട്ട് പോയിട്ടാ. എന്തിനെന്നോ? പപ്പക്ക് അറിയാലോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. പപ്പ എനിക്ക് തന്ന സ്വർണം മൊത്തം മുക്കുകൊണ്ടോ. അതെങ്ങാനും ഇവിടുത്തെ ആൾക്കാരെ അവസ്ഥ എന്താന്ന് പപ്പ ഒന്ന് ആലോചിച്ചോന്ന്. എന്റെ പപ്പേ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പപ്പ എന്നോട് പറഞ്ഞ പോലെ പപ്പ പറഞ്ഞ് ഏർപ്പാടാക്കിയേക്കുന്ന കള്ളൻ ഇന്ന് രാത്രി തന്നെ വന്ന് ആ മുക്കുവണ്ടൊക്കെ എടുത്തോണ്ട് പൊക്കോളാം. കേട്ടല്ലോ എന്റെ പപ്പേ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ചേട്ടനെ ഞാൻ ഓർഞ്ഞ കൊല്ലും. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പപ്പ പറഞ്ഞ പോലെ തന്നെ പാലില് ഉറക്കഗുളിയൊക്കെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചേട്ടനെ നേരത്തെ കിടത്തി ഞാൻ ഉറക്കിക്കോളാം. അതെ, നടക്കോല അല്ലേ? പാപ്പേ ശരി. അയ്യോ, കലക്കി 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 കുടിച്ച് നീ ഒരു ഉറക്കം അങ്ങ് ഉറങ്ങണം. ശരിയാക്കി തരാടി. തപാല് പാലാ? പാല് ഞാൻ കുടിക്കാറില്ല. ചേട്ടാ അല്ല, ഇതെന്താ ഇത്? ഇത് ജ്യൂസ്. ആർക്കാ? നിനക്ക്. പാല് കുടിക്കണില്ലല്ലോ, എനിക്കും ജ്യൂസ് വേണ്ട. എടി ഈ ജ്യൂസ് നിസ്സാരം വെറും ജ്യൂസ് അല്ല. ഇത് കുങ്കുമപ്പൂവ്, കരയാമ്പു, ജാതിക്ക, തക്കോലം, ഗ്രാമ്പു ഇതൊക്കെ ഇട്ടേക്കണ ജ്യൂസാ. എന്തിനാണെന്നറിയാമോ? ഈ ജ്യൂസ് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം കൂടും. അന്ന് ഇത് എനിക്ക് എല്ലാം വേണം. പാല് കുടിക്കണോ? പിന്നെ കുടിക്കണ്ടേ? ശരി. അതെ, ഞാൻ കാര്യം ചോദിക്കട്ടെ? എന്താണ്? നമുക്ക് ജീവിക്കാനായിട്ട് ഇത്രയും സമ്പാദ്യമൊക്കെ മതിയോ? എടി, നമുക്ക് രണ്ടുപേർക്ക് ജീവിക്കാനായിട്ട് ഈ സമ്പാദ്യം തന്നെ കൂടുതലാണ്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ച് ജീവിക്കുമ്പോ ഈ സമ്പാദ്യം പോരാതെ വരും. അപ്പൊ നമ്മൾ ലോൺ എടുക്കാൻ തുടങ്ങും. ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയണത്. എന്നാ നമുക്ക് ഉറങ്ങിയാലോ? ഞാനിത് ചേട്ടനോട് പറയാൻ നിൽക്കായിരുന്നു. അതല്ലേ നമ്മുടെ മനസ്സപ്പോ എന്ന് തന്നെയാ. അതെ 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 അതെ. നീ കിടന്നോ?
കലക്കൻ ജ്യൂസാണ്ടാ പണി നടത്തി കഴിഞ്ഞ്. എന്താണിത്? ജ്യൂസിൽ ഉറക്ക ഗുളിക കലക്കിയാൽ കലക്കിയാ ഉറക്കം വരും. എനിക്ക് ഉറക്കം വരുന്നുണ്ടല്ലോ. സുന്ദരിയായ ഭാര്യയെ മയക്കി കിടത്തിയിട്ട് അഭിനയിച്ച് ജീവിക്കുമല്ലോടാ സുഭാഷ. നീ ജീവിതത്തിൽ മമ്മൂട്ടിയാടാ, മമ്മൂട്ടി. ആ താക്കോൽ ഇവിടെ ഉണ്ട്. ചീങ്കണ്ണി നടന്നു. ഏത് ജീവി അത്? ഗൂഗിൾ മാപ്പ് ചതിച്ച് എനിക്ക് വഴിയെത്തി. ഗൂഗിൾ എന്ത് കഷ്ടപ്പാടല്ലേ അവന്. പൊന്നപ്പൻ ഇവൻ എന്തിനാ ഇവിടെ വന്നത്? ലൊക്കേഷൻ ഓക്കെ, ചേച്ചി ഓക്കെ, ചേച്ചി അലമാര ഏതാണെന്ന് അറിയാൻ വയ്യ. അലമാരിയ എടാ പൊന്നപ്പാ, നീ എനിക്ക് മുന്നേ ഇവിടെ വന്നിട്ട് നിന്റെ അഭ്യാസം ഇവിടെ നടക്കുക. അലമാരയാണോ? ആ ബാക്ക് വിളിക്കാം. പൊന്നപ്പാ തങ്കപ്പാ, പൊന്നപ്പാ വിളച്ചിലെടുക്കല്. നീ എന്തിനാ ഇവിടെ വന്നേ? എടാ നീ എന്തിനാണോ ഇവിടെ വന്ന? അതിന് എന്നെ ഞാനും ഇവിടെ വന്ന. നീ എന്തിനാ ഇവിടെ വന്ന? ഞാൻ കക്കാൻ. എടാ ഞാൻ 100 വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പണിക്ക് പോവുകയാണെങ്കിൽ ആ. അതിന്റെ ലൊക്കേഷനും അതിന്റെ ബാക്കി റൂട്ട് മാപ്പും എല്ലാം നമ്മുടെ ഗ്രൂപ്പായ കായംകുളം കൊച്ചുണ്ണിലിടണമെന്ന് ഞാൻ പറഞ്ഞു. ഇട്ടില്ല. അതും പോരാഞ്ഞിട്ട് നമ്മളെ കോർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ. കുറുവാ സംഘം, നീ അതിൽ നീ നമ്മുടെ എത്തിക്കുന്നവരാണ്. അല്ല. എങ്ങനെയെങ്കിലും അഡ്മിനോട് പറഞ്ഞ് നിന്നെ ഈ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നെ പുറത്താക്കും. പുറത്താക്കരുത്. ഞാനിത് ലൈവായിട്ട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാനാണ്. അതുകൊണ്ട് നീ ദൈവത്തോർത്ത് അങ്ങനെ ചെയ്യും. ലൈവ് എന്നാലും നീ എന്തിനാ ഇവിടെ വന്നേന്ന് പറ. ദാണ്ട ഈ പെങ്കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ സാറിന് കൊടുത്ത സ്വർണ്ണം ഇല്ലേ, ആ. അത് റോൾഡ് റോയ്സ് ആയിരുന്നു. ഓൾഡ് പോർട്ട്. ഗോൾഡ് ബോട്ടല്ലേ? ഗോൾഡ് കിങ്. ഓൾഡ് കിങ് അല്ലാന്ന് ഞാൻ പറയണം, മനസ്സിലായി. ദാണ്ട ഈ കൊച്ചിനെ ഈ സാറിന് കല്യാണം കഴിച്ച് ഈ കൊച്ചിന്റെ അച്ഛൻ കൊടുത്തപ്പം ആ. കഴുത്തിലും കാലിലും ഇട്ട് കൊടുത്തത് ആ. മുക്ക് കൊണ്ടുവരുന്നത്. ആ മുക്ക് കൊണ്ടോ? ആ മുക്കുപണ്ടമാണോ? എടാ അത് സ്വർണ്ണമാണോ? സ്വർണ്ണം. ആ സ്വർണ്ണം എടുക്കാനല്ലേ ഞാൻ വന്നത്. അല്ലെന്ന്, ഈ കൊച്ചിന്റെ അച്ഛനല്ലേ എനിക്ക് കൊട്ടേഷൻ തന്നത്. ഈ മുക്ക് കൊണ്ട് എടുത്തുകൊണ്ട് അവരെ കൊണ്ട് കൊടുത്താൽ എനിക്ക് 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, അപ്പൊ ഇവൻ എന്നാ ചതിക്കുമായിരുന്നല്ലോടാ. ഞാൻ ഈ മുക്ക് കൊണ്ട് എടുത്തോണ്ട് പോകും, പോലീസ് പിടിക്കും, പിന്നെ ഞാൻ ജയിലിൽ കിടക്കും. ഇവൻ ചതിയൻ സുഭാഷ്. നീ ചതിക്കുമായിരുന്നല്ലടാ. എന്തൊരു ഒരു സംഭവിച്ച മാഫി മുസ്കിൽ, മാഫി മുസ്കിൽ, മാഫി മുസ്കിൽ, മാഫി മുസ്കിൽ. എന്താടാ പെട്ടെന്ന് എന്താ പറഞ്ഞു കഴിയുമ്പോ പെട്ടെന്ന് ഇക്കള് വരും. വെള്ളം താ. പാല് വേണ്ട, പാല് വേണ്ട, പാല് എനിക്കിട്ടില്ല. ജ്യൂസ് നീ എന്താ പാല് കുടിക്കാത്തന്തടാ? പാല് എനിക്ക് ഇഷ്ടമില്ലടാ. പണ്ട് ചെറുപ്പം തൊട്ടേ എനിക്ക് അലർജിയാ. എടാ പാല് കുടിക്കണം. നമ്മുടെ ജോലി എന്ന് പറയുന്ന കൃത്യതയും സൂക്ഷ്മതയും ആരോഗ്യമുള്ളൊരു ജോലിയാണ് വേണ്ടത്. പാലിൽ എല്ലാ പോഷകാഹാരവും പോഷകാഹാരം അതുള്ള സ്ഥിതിക്ക് നമ്മളിങ്ങനെ കലക്കിയിട്ട് ഒറ്റയടി അടവാം. പയ്യെ 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 വെതാൻ കലക്കിയിട്ടുണ്ട് കേട്ടാ, സൂപ്പർ. നീ മെനഞ്ഞാന്ന് നമ്മുടെ കോർ ഗ്രൂപ്പിന്റെ മീറ്റിംഗിന് വരാത്തന്ത്രാ? അതിനകത്തിന് ഞാൻ വന്നിട്ട് എന്നാ കാണിക്കുന്ന അവിടെ? ഓ ഭയങ്കര ക്ഷീണല്ലേ? എന്നതാ ഭയങ്കര സത്യമായിട്ട് നല്ല ക്ഷീണം. ഇച്ചിരി മാറിക്കിടക്കടാവി. വിളിക്കണ ഈ AC മുറിക്കകത്ത് കിടക്കാന്ന് പറഞ്ഞാല് അത് ഇങ്ങനെ സമാധാനത്തിൽ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് വിഷയം പൊളിഞ്ഞു പോയതാണ് ചേച്ചി. നിങ്ങളെ അച്ഛൻ നിങ്ങളെയും തേച്ച് നിന്നെയും തേച്ച് തൊണ്ടാ കിടക്കണ പട്ടിയും തേച്ചെന്നോ?
ആരടി വൻ എനിക്കറിയാൻ പാടില്ല. അതാരാപ്പാ? അയ്യോ അയ്യോ. ഇവനായിരുന്നോ? അല്ല. ആരാടാ നീ? ഏ ആരാടാ നീ? സുഭാഷ് പറഞ്ഞിട്ട് വന്നല്ലേ ഞാൻ. അയ്യേ, അപ്പൊ നിങ്ങൾ അത്തരക്കാരനായിരുന്നല്ലേ? ഞാൻ അത്രക്കാരനല്ല, ഇവൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. അല്ല അത് നിക്കട്ടെ, ഇവനാരടി? നീ എന്റെ വീട്ടിൽ വന്നിരിക്കണ എന്റെ വീട്ടിൽ വന്നേക്കണോ? എന്താണ് നിനക്ക് ഈ വീട്ടുകാര്? ഞാൻ ചേച്ചി പറഞ്ഞിട്ട് വന്നു. ആഹാ, എടി സ്വന്തം ഭർത്താവ് അടുത്ത് കിടക്കുമ്പോ വേറൊരു കാമുകനെ കൂട്ടുകിടത്തുന്ന നിനക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്? അങ്ങനെ എന്നെ മാത്രം പറയല്ലേ. നിങ്ങൾ ആരെയാ വിളിച്ചെടുത്തിയത് അടുത്ത്? അത് പറ ആദ്യം. ഇവനെ ഞാൻ അറിയില്ല. നീ ആരാണത്? ഈ ഏതാണത്? അറിയത്തില്ലെന്നോ? പച്ചക്കള്ള ഇവൻ പറയുന്നത്. ഇവൻ പറഞ്ഞിട്ടാ വന്നത്. ഇവൻ എന്നെ വിളിച്ചു വരുത്തിയത് അറിയാവോ? ആഹാ, ഇത് ഞാൻ പറഞ്ഞില്ലേ. അയ്യോ. നീ എന്തിനാ ഇവിടെ വന്നത്? അത് പിന്നെ സത്യം പറഞ്ഞോളാം. ഞാൻ പറയും സത്യം പറ. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു ചേട്ടന് കല്യാണം കഴിച്ചാൽ നമുക്ക് കുറെ സ്വർണ്ണം കാലിലും കയ്യിലും ഒക്കെ കിട്ടുന്നില്ലേ? ഉവ്വ. അത് മുക്കുകൊണ്ട് വരുന്നു മോട്ടർ ഇട്ട് കൊണ്ട് കൊടുത്താൽ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞു. അത് ഒരു മിനിറ്റ്, അതെന്താണത്? മുക്ക് വണ്ടം. ഓഹോ, എടി നീ നിന്റെ തന്തയും കൂടി എന്നെ പറ്റിക്കരുതല്ലേടി, എന്നെ ചതിക്കരുതല്ലേടി. ആഹാ, അപ്പൊ ആ മുക്ക് കൊണ്ട് മൊത്തം സ്വർണ്ണം വരുന്നെങ്കിൽ നിങ്ങൾ കള്ളനെടുത്ത് കൊടുത്താനല്ലേ? ഏത് കള്ളനി? നിങ്ങൾ പറഞ്ഞിട്ടാ വന്നേക്കുന്നത്. എടാ, നീ എന്തിനാടാ വന്നത്? പോടാ. എന്നെ ഇങ്ങനെ പിടി പോടാ. നിങ്ങളെ മുക്കൊണ്ട് പോയത് എന്നെ എനിക്കിപ്പോഴാ മനസ്സിലായത്. അല്ല ഞാൻ ഒരു കാര്യം പറയാം രണ്ടുപേരുടെ. അമ്മ എന്തായാലും പ്രശ്നം വിഷയവും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമ്മള് വന്ന മെനക്കേട് കൂലി തന്നേ പറ്റും. അതെ അതെ അതെ. നോക്കൂ, അതായത് നമ്മളൊരു വർക്കിംഗ് നൈറ്റ് മോശമായി. എന്ത് working? നമ്മൾ വർക്കിംഗ് നൈറ്റ് നഷ്ടമായെന്ന്. സ്വബോധമില്ലാതെ ഉറങ്ങി വരെ പോയി. അല്ല, ഇനി ഇവിടെ ഒന്നും നടന്നില്ല, നിങ്ങളൊന്നും മോഷ്ടിച്ചില്ല, പിന്നെ നിനക്ക് പൈസ തരേണ്ട കാര്യം നടന്നു. അത് വിഷയമാവും, പ്രശ്നമാണ്. എടാ, നീ ഒന്ന് നോക്ക്, കണക്കാക്കി മണിക്കൂർ വെച്ച് നോക്കി കാര്യം പറ. അങ്ങോട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓരോ ലക്ഷം വെച്ച് 2 ലക്ഷം രൂപ ഞങ്ങൾ തന്നെ ഞങ്ങൾ സമാധാനത്തിൽ പൊക്കോളാം. 2 ലക്ഷം? എന്ത് മര്യാദകളാണ് നീ? മര്യാദകൾ നീയാ കാണിച്ചത്. ഞാനിത് കാണിച്ചതാ. നീയല്ലേ മുഖ്യമന്ത്രി ഓർമ്മിച്ച സ്വർണ്ണം നിങ്ങൾ അങ്ങനെ പറയണ്ട. നിങ്ങൾ എന്നെ ചതിക്കായിരുന്നില്ല മനസ്സിലാ. എടി, എന്നെ ചതിച്ചത് മുക്കായിട്ട് തന്നത്. ചതിയല്ല, നിങ്ങൾ എന്നെ ചതിച്ച് ഞാൻ എന്റെ പപ്പയുടെ അടുത്ത് പറയുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓടി ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്തണം. നമുക്ക് പൈസ തരാൻ നമ്മൾ പോവാം. എടി, ഒരു 10,000-2,000 രൂപ ഉണ്ടെങ്കിൽ എടുത്തു കൊടുത്തു. 2000 പിന്നെ നിങ്ങളൊരു വിചാരം നിങ്ങൾ പോലീസിൽ വിളിക്കാനും വിചാരിച്ചു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോവുള്ളൂ. കാര്യം ഞങ്ങൾ പോലീസിൽ വിളിച്ചാൽ ഞങ്ങൾ പറയും നിന്റെ കല്യാണം നടത്താനായിട്ട് മുക്കോണ്ടോട്ട് ഇയാളെ പറ്റിച്ചു, കല്യാണത്തിൽ ഇയാൾ സോം ശ്രീധരൻ ചോദിച്ചു, അത് പറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ ഇയാളെ വിളിച്ചു, മൊത്തത്തിൽ പൊളിയും, പൈസ തന്നേ പറ്റൂ. നിങ്ങളൊന്ന് നീങ്ങി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? തന്നെയല്ലേ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണത്. ഒരു മിനിറ്റ്, തീരുമാനം ഉണ്ടാവും. ഇവൻ എന്തിനാണ് ഈനെ എടുത്ത് കിടന്ന് വിളിക്കണത്? ചേച്ചി ഭയങ്കര ആളിയാ പറടാ. എടാ സുഭാഷേ, നിനക്ക് നേരം വെളുത്തില്ലേ? നേരം വെളുത്തളിയാ. നീ എന്താ പറഞ്ഞത്? രാവിലെ പൈസ തരാന്നല്ലേ? എടാ, പൈസ റെഡിയാണ്, റെഡിയായാ? പക്ഷേ അത് സ്വർണമാണ്. അത് കൊണ്ടുപോയി എനിക്കത് വിൽക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഒരു 10-25 ലക്ഷം രൂപയുടെ സ്വർണ്ണം ഇരിപ്പുണ്ട്. നീ ഒരു കാര്യം ചെയ്യളിയാ, നമ്മൾ തമ്മിലുള്ള ഇരിപ്പോശം വെച്ചിട്ടേ നീ എനിക്കൊരു 5 ലക്ഷം രൂപ തന്നാ മതി. 5? ആ സാധനം നീ എടുത്തോ. അപ്പൊ എനിക്കുള്ള പൈസ നിനക്ക് തരാനുള്ള 10 ലക്ഷം. എടാ, അത് കഴിച്ചിട്ടാണ്. 25 ലക്ഷം രൂപയുടെ സാധനത്തിന് 15 ലക്ഷം രൂപ നീ തന്നാ മതി. മനസ്സിലാവണ്ട? തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 2 ലക്ഷം രൂപ ഇട്ടുക. ബാക്കി നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ സ്വർണം തരുമ്പോ ബാക്കി ആഴ്ച തന്നാ മതി. എന്ത് പറയണ? ഓക്കെ അല്ലേ? അപ്പൊ എന്തായി? അപ്പൊ നിങ്ങളുടെ 2 ലക്ഷം രൂപ ഞാൻ ഇപ്പൊ തരാം. ഞാൻ ഒരു കാര്യം പറയട്ടാ, നമ്മളൊന്നും അല്ല യഥാർത്ഥ കള്ളൻ. ഇതാണ് 916 കള്ളൻ. പോടാ കള്ളന്മാരെ. അയ്യപ്പൻ കുയ്യപ്പൻ